നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിയെ ചൊല്ലി സർക്കാരും പ്രോസിക്യൂഷനും രണ്ട് തട്ടിൽ. പരമാവധി ശിക്ഷയാണ് ലഭിച്ചത് എന്നായിരുന്നു നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണം. എന്നാൽ ശിക്ഷാവിധിയിൽ നിരാശ പ്രകടിപ്പിക്കുകയാണ് പ്രോസിക്യൂട്ടർ ചെയ്തത്. എന്തുകൊണ്ട് പരമാവധി ശിക്ഷ ലഭിച്ചില്ല എന്ന് പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 20 വർഷം പ്രതികൾക്ക് നൽകിയതിൽ നിരാശയുണ്ടെന്നായിരുന്നു പ്രോസിക്യൂട്ടർ വി അജയകുമാറിന്റെ പ്രതികരണം. വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്. എന്നാൽ നേർവിപരീതമായിരുന്നു നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണം. കേസിൽ പരമാവധി ശിക്ഷയാണ് ലഭിച്ചതെന്നായിരുന്നു മന്ത്രി പ്രതികരിച്ചത്. മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചെന്നും മന്ത്രി പറഞ്ഞു. അത് നല്ല വിധിയായിട്ടാണ് തോന്നുന്നത്. ശരിയായ രൂപത്തിലുള്ള അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമുള്ള ഒരു അംഗീകാരം കൂടിയാണ്. അപ്പം പരമാവധി ശിക്ഷയാണ് അതിനകത്ത് 20 വർഷമാണല്ലോ വന്നിരിക്കുന്നത്. യുവജന സാധാരണ 14 വർഷമാണല്ലോ. 20 വർഷം അതിനകത്ത് പരമാവധി ശിക്ഷയായിട്ടാണ് കാണുന്നത്. എന്തായാലും അത് നല്ല സന്ദേശം നമുക്ക് നൽകും എന്നാണ് കണക്കാക്കുന്നത്. ശിക്ഷാവിധിയിൽ നിരാശ പ്രകടിപ്പിച്ച മന്ത്രി സജി ചെറിയാനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. പരമാവധി ശിക്ഷ ലഭിച്ചില്ലെന്നുള്ളത് കൊണ്ടാണ് അത് സംബന്ധിച്ച് പഠിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞു. നിയമത്തിന്റെ ഈ കൊറ്റി എന്തുകൊണ്ടാണ് വൻ മീനുകളെ വെറുതെ വിടുകയും ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കുക ചെയ്തതെന്ന് ചോദ്യമുണ്ടാകും. ആ മെമ്മറി കാർഡ് ഉണ്ടല്ലോ, ഈ കേസിലെ സുപ്രധാനമായ ഒരു ഘടകമായി അത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിലായിരുന്നു. ആ കാർഡ് ആരെല്ലാം കണ്ടു, എങ്ങനെ കാണിച്ചു കൊടുത്തു? മീഡിയ 1 കൊച്ചി.